എല്ലാവർക്കും നമസ്കാരം. നമ്മളെ വാഷിംഗ് മെഷീൻ ഇന്നലെ പണി മുടക്കി. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണാക്കി കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് അത് നിന്നു പോകുന്നു. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു, പവർ പോയിട്ട് പവർ വന്നതിന് ശേഷം. ഇപ്പൊ അത് ഓണാക്കി, ഞാൻ ഇപ്പൊ ക്വിക്ക് വാഷിലാണ് ഇട്ടിട്ടുള്ളത്. ഓണാക്കി കഴിഞ്ഞാല് വാഷിന്റെയും ക്വിക്ക് വാഷിന്റെയും ഇൻഡിക്കേഷൻ ബ്ലിക്കറിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഉള്ളിലോട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സോളിനോയിഡ് വാൾവ് പോയോന്നുള്ളതാണ്. ഇത് ക്ലിയർലി ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഈ ഭാഗം നമുക്ക് തുറക്കണം. ഇതിലേക്കൂടെ ഇൻലെറ്റ് വരുന്നത്. അതിന് ബാക്ക് സൈഡിൽ 2 സ്ക്രൂ ഉണ്ട്. അപ്പൊ ഈ 2 സ്ക്രൂ അഴിച്ചതിന് ശേഷം ഈ ബാക്ക് സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഴിഞ്ഞു വരും. അതിനുശേഷം ഇവിടെ കണ്ടല്ലേ, ഇവിടെ ഒരു സോളിനോയിഡ് വാൾവുണ്ട്, വെള്ളത്തിന്റെ ഇൻലെറ്റിന്റെ. അപ്പൊ അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ടെസ്റ്റർ ഉണ്ടെങ്കിലും ടെസ്റ്ററിലും ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാല് ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതാ ലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം മൾട്ടിമീറ്റർ വോൾട്ടേജിൽ ഇട്ടിട്ട് വോൾട്ടേജ് ആദ്യം ചെക്ക് ചെയ്യണം. ഇപ്പൊ വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. 240 വോൾട്ട്, 239, 240 വോൾട്ട്. അപ്പൊ സോളിനോയിഡ് വാൾവ് പോയതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. സോളിനോയിഡ് നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആദ്യം വെള്ളത്തിന്റെ വാൾവ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ആ പൈപ്പ് ഡിസ്കണക്ട് ചെയ്യുക. പൈപ്പ് ഡിസ്കണക്ട് ചെയ്തിട്ട് സോളിനോയിഡ് വാൾവിന്റെ ഈ ക്ലിപ്പ് അഴിക്കുക. എന്നിട്ട് ജസ്റ്റ് സോളിനോയിഡ് വാൾവിന്റെ യൂണിറ്റ് ജസ്റ്റ് മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ അഴിഞ്ഞു കിട്ടും. എന്നിട്ട് പോലെ നമ്മൾ എങ്ങനെയാണോ അഴിച്ചത് അതുപോലെ തന്നെ തിരിച്ച് കയറ്റി ഇടുക. എന്നിട്ട് ഈ അഴിച്ച ക്ലിപ്പ് തിരിച്ച് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അഴിച്ച പൈപ്പ് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മളെ സോളിനോയിഡ് വാൾവെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോ ക്വിക്ക് വാഷിലാണ് ഇട്ടിട്ടുള്ളത്. ക്വിക്ക് വാഷിൽ ഇപ്പോ കറക്റ്റായിട്ട് വെള്ളം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചിട്ടുള്ള കവർ തിരിച്ചിടാം. ഇപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീന്റെ കവറും എല്ലാം ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.